ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ കാജലും കുടുംബമൊക്കെ ഇതേ കണക്കുണ്ടെങ്കിൽ ഭീമയുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കയറിയ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രസ്സിങ് കോഡ് പോലെ ഉണ്ടായിരിക്കും, അതല്ലാതെ അകത്ത് കയറ്റത്തില്ല. സോ അങ്ങനത്തുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രവും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കാജലൊക്കെ അവിടെ പോയപ്പോഴത്തേക്കുണ്ട് ഇതേ കണക്ക് ജീൻസും അതോടെ തന്നെ അങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടുകൊണ്ട് പോയത്. അതിൻ്റെ മേലുണ്ടെങ്കിൽ ചെറുതായിട്ട് മറയ്ക്കുന്ന രീതിയിൽ ഒരു മുണ്ട് പോലെ കെട്ടിയാണ് അകത്ത് കയറിയത്. ഇപ്പോൾ അതിനകത്ത് കാജലൊന്നും അങ്ങനെ കയറിയതിന് അതേ കണക്കൊന്നും ഒരു കുഴപ്പമില്ല, അതിനെപ്പറ്റി കുറ്റം പറയുന്നൊന്നുമല്ല ഞാൻ. എന്നാൽ പോലും ഉണ്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതേ കണക്കുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമേ അവിടെ അനുവദിക്കത്തില്ല. ഇതേ കണക്കുണ്ടായി ഈ വിഷയം വന്നപ്പോൾ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ ഇട്ടിരുന്നതാണ് ഇതേ കണക്ക് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോഴത്തേക്ക് 3-4 വയസ്സുള്ള കുഞ്ഞാണ് ജീൻസും കൊണ്ട് അകത്ത് കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതേ കണക്ക് വേറെ മുണ്ട് ഉടിപ്പിച്ചിട്ട് മാത്രമേ അകത്ത് കയറ്റിയുള്ളൂ. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പാവപ്പെട്ടവർക്ക് വേറൊരു ന്യായം ഇതേ കണക്ക് പണക്കാർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു കാര്യം ഇവിടെ പാടില്ല. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് കാരണം. ഇങ്ങനെ ദൈവങ്ങൾക്കായ പോലും ഉണ്ടെങ്കിൽ പണക്കാരോ അല്ലെങ്കിൽ പാവപ്പെട്ടവർ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ കണക്കുണ്ടെങ്കിൽ വന്ന് ചെയ്യുന്നത് അത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഇവരോട് ഒരു പ്രശ്നമില്ല, പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരോടാണ്. അവരും എല്ലാവരെയും ഒരേപോലെ തന്നെ കാണണം. അതല്ലാതെ ഉണ്ടെങ്കിൽ പണക്കാർക്ക് എന്തും ചെയ്യുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നുള്ളൊരു കാര്യം അതൊന്നും പാടില്ല, അതത്ര നല്ലതുമല്ല.